ഫ്രണ്ട്സ്, പുതുമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മോമോസും ഒരു മോമോസ് ചട്നിയുമാണ്. അതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലൈക്കനുണ്ട്, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. എന്നാലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ കാണാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായി ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതൊന്ന് ചൂടായതിനു ശേഷം ഞാൻ ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ 1 ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇടാം. ഒരു 5 ബീൻസ് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങനെ വഴണ്ട് വരെയൊന്നും വേണ്ട, ഒന്ന് വാടിയാൽ മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് പെപ്പർ പൗഡർ കുറച്ച് ഇട്ടാൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി മോമോസിനുള്ള മാവ് കുഴച്ചെടുക്കാം. ഞാൻ അതിനെ ഒരു 150 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇത് നമുക്ക് കൈ കൊണ്ട് ചപ്പാത്തി മാവ് പോലെ തന്നെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ റോളാക്കിയിട്ട് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ചപ്പാത്തിയുടെ കനത്തിൽ തന്നെ നമുക്ക് ഇതങ്ങ് പരത്തിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫില്ലിങ് ഓരോ സ്പൂൺ വീതം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ശ്രദ്ധിച്ച് ഇങ്ങനെ മടക്കിയെടുക്കാം. സാരിക്ക് ഞൊറിയെടുക്കണ അതേ മെത്തേഡിൽ തന്നെയാണ് ഇത്. നമുക്ക് ചെറിയ ഞൊറികളായിട്ട് ഇങ്ങനെ എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മോമോസും ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ മോമോസായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം. നമ്മുടെ മോമോസ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള റെഡ് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിലെ ഒരു 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സി ജാറിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിൽ 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതൊന്ന് ചൂടായതിന് ശേഷം ഒരു 2 അല്ലി വെളുത്തുള്ളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്.
ഒരു 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഒഴിക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുളകിൻ്റെ മിക്സ് കൂടിയുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. തീ അണച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോമോസും റെഡ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുമാസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.